إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة فكل بدعة ضلالة فكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إن الله لا يغير ما بقوم حتى يغير ما بأنفسهم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ എനിക്ക് നന്നാവാൻ സാധിക്കും എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതേ, ഹറാമുകൾ കാണുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഈ ഒരു മാസം നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളെ താഴ്ത്താൻ നമുക്ക് സാധിച്ചു. ഞാനൊരു നോമ്പുകാരനാണ് എന്ന ഒരു ബോധം നമുക്ക് വന്നപ്പോൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതേ, റമളാനിൻ്റെ പകലുകളിൽ നമുക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇത്തരം തിന്മകളിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാസം നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെയാണ് നമ്മുടെ മാറ്റാനാണ് നാം തയ്യാറാകേണ്ടത്. അപ്പോൾ നമുക്ക് അതേ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സൂറത്തുർ റഅദിലെ 11-ാം വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെയും മാറ്റുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ അവരുടെ മനസ്സിനെ മാറ്റാത്തിടത്തോളം കാലം, ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് കരുതാത്തിടത്തോളം കാലം അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ, അത്തരം ചിന്തകളുള്ള ആൾക്കാരെ മാത്രമേ അള്ളാഹു മാറ്റുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേ, അതാണ് ഈ ഒരു മാസം നമുക്ക് പകർന്നു നൽകുന്നത് എന്ന തിരിച്ചറിവ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് മാറ്റം സാധ്യമാണ് എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ യഥാർത്ഥമായിട്ടുള്ള പരിഹാരം
നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് അത് ദീനിലേക്കുള്ളൊരു മടക്കമാണ്. ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് എല്ലാത്തിലും പരിഹാരമായിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ തബായഅതും ബിൽ ഐന, നിങ്ങൾ ഈനത്ത് ചെയ്യാൻ പാടില്ല. എന്താണ് ഈന എന്ന് പറഞ്ഞാൽ? അതേ ഈനത്തിനെ കുറിച്ച് പരസ്പരം വഞ്ചിക്കുന്ന, പലിശയുമായി ഇടപെടുന്നുള്ള കച്ചവട രീതിയൊക്കെയാണ് ഈന എന്ന് പറയുന്നത്. അത്തരം രീതികളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വഅഖ്ദുകും അദ്നാബൽ ബക്കർ, എന്നിട്ട് അല്ലാഹു റസൂൽ തുടർന്നുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ആ ഹദീസിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വഴിപിഴച്ച കച്ചവട രീതികളും കന്നുകാലികളുടെ വാലിൽ പിടിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം കൃഷിയിലും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള നമ്മുടെ കച്ചവടങ്ങളിലും ഭൗതികമായിട്ടുള്ള സാമ്പത്തിക രംഗങ്ങളിലൊക്കെ നമ്മൾ മുഴുകുക എന്നുള്ളത്, അത്തരം രീതികളും. അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിൽ മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുക. അങ്ങനെ ഈ ഒരു ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മുടെ കച്ചവടമായിട്ട് മുന്നോട്ട് പോകുക. എൻ്റെ ദുനിയാവിൽ എനിക്ക് എത്ര സമ്പാദിക്കാൻ കഴിയും, അത്തരം ചിന്തകൾ മാത്രമായിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഒരു വ്യക്തി. വതറക്തുമുൽ ജിഹാദ്, എന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരങ്ങളെ ഉപേക്ഷിക്കുകയാണ്. അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുന്നതൊക്കെ ആ മനുഷ്യൻ മാറ്റിവെച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്. അവന്റെ കച്ചവടവും അവന്റെ കുടുംബവും മാത്രമായി ദുനിയാവിന്റെ ഭൗതികതയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന വ്യക്തികളെ കുറിച്ച് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സല്ലല്ലാഹു അലൈക്കും ദുല്ല, അത്തരം വ്യക്തികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയാണ് അവർക്ക് നൽകുന്നത്. അവർക്ക് അല്ലാഹു നിന്ദ്യത നൽകുമെന്നുള്ളതാണ്. ലാ യൻസിഉ ഹത്താ തർജിഉ ഇലാ ദീനിക്കും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അവരെപ്പോഴാണോ ദീനിലേക്ക് മടങ്ങുന്നത്, ആ സമയത്ത് മാത്രമായിരിക്കും അല്ലാഹു അവരിൽ നിന്നും നിന്ദ്യതയെ മാറ്റുക എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാം നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ മാത്രമാകുന്നുണ്ടോ? അതേ, ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ, അതേ അത്തരം നന്മകളിൽ മുന്നേറുന്ന വിഷയത്തിൽ നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ദീനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് പരിഹാരമായിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേ, മൂന്നാമതായിക്കൊണ്ട് ആരാധനയിൽ സ്ഥിരതയുണ്ടാവുക എന്നുള്ളതാണ്. അതേ, നാം ഈ ഒരു റമളാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീസണൽ മുഅ്മിൻ എന്നുള്ളൊരവസ്ഥ വിശ്വാസിക്കില്ല. ആ ഒരു സീസൺ വരുമ്പോൾ കച്ചവടം ചെയ്യുക, അതിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക, ആ ഒരു രീതി ഇസ്ലാമിൽ ഒരു മുഅ്മിനിലില്ല എന്നുള്ളത്, ദീനിൽ അത്തരത്തിലൊരു രീതിയില്ല എന്നുള്ളതാണ്. അതേ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദീന് എന്നുള്ളത് എല്ലാ സമയവും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒന്നായിക്കൊണ്ടാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ, ഈ ഒരു മാസക്കാലം നാം നല്ല ചിട്ടകൾ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിന് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതേ, ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തിയിട്ടുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കണ്ടിട്ടുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഇത് തുടർന്നു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേ, ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ, എനിക്കൊരു ഉപദേശം തന്നാലും എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു, കുൽ ആമൻതു ബില്ലാഹ്, നീ പറയുക, ഞാനിതാ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നീ പറയുക. സുമ്മസ്തഖിം, എന്നിട്ട് നീ എന്ത് ചെയ്യുക? അതിൽ ഉറച്ചു നിൽക്കുക. കേവലം അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല സുഹൃത്തുക്കളെ, അത് ജീവിതത്തിലുടനീളം അത് സൂക്ഷിച്ചു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിൽ ആ ദീനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. കുൻ റബ്ബാനിയൻ, നിങ്ങൾ റബ്ബിന്റെ ആൾക്കാരാവണം.
നിങ്ങൾ റബ്ബിന്റെ ആൾക്കാരായി തീരേണ്ടതുണ്ട്. കേവലം ഒരു റമളാനിന്റെ ആൾക്കാർ മാത്രമായി മാറരുത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പര്യവസാനം നന്നാക്കുക എന്നുള്ളതാണ്. ഞാൻ അൽഹംദുലില്ലാഹ് നാം പള്ളിയിൽ വരുന്ന ആളാണ്, 5 നേരം നാം നമസ്കരിക്കുന്നുണ്ട്. അതിലൊരു തൃപ്തിയടയുന്ന, അതിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നാം നമ്മുടെ ജീവിതാവസാനം വരെ ഈ ഒരു ദീനുമായി ബന്ധപ്പെട്ടു പോകാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേ, നല്ലൊരു അവസാനം, എനിക്ക് നല്ലൊരു പര്യവസാനം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവനാകണം വിശ്വാസി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അമാലു ബിൽ ഖവാതീം, തീർച്ചയായും പ്രവർത്തനങ്ങൾ എന്നുള്ളത് അത് അതിൻ്റെ അവസാനമാണ് നോക്കുക. അവസാനത്തില് നാം മരിക്കുന്ന സമയം, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന സമയം, ആ ഒരു സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണോ അവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതേ ഞാനൊക്കെ കുറെ നമസ്കരിക്കുന്ന ആളാണ്, ഞാനൊക്കെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളാണ്, സൽക്കർമ്മങ്ങൾ ഞാൻ ധാരാളമൊക്കെ ചെയ്യുന്നുണ്ട്, 5 നേരം നമസ്കാരമൊന്നും ഞാൻ ഉപേക്ഷിക്കാറില്ല എന്നതിലൊരു തൃപ്തി അടഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് നാം അവസാനം വരെ, ജീവിതാവസാനം വരെ അത് തുടർത്തിക്കൊണ്ടു പോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബീ സർഹ്, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ വഹി രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സ്വഹാബിയാണ്. അങ്ങനെ അദ്ദേഹം ഒരിക്കല് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ആയത്തുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം സ്വന്തം ബുദ്ധിയിൽ അദ്ദേഹം അഹങ്കരിക്കുന്ന രംഗമാണ് ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന അബ്ദുല്ലാഹ് ഇബ്നു അബീ സർഹ് കാന യക്തുബു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു സർഹ് എന്ന വ്യക്തി, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയ് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഫലമ്മാ നസല ഫലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു വചനം ഇറങ്ങുകയാണ്. വമാ ഖലഖ്ന വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ നാം നല്ലൊരു മണ്ണിൽ നിന്നാണ്, മണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ആയത്തിറങ്ങുകയാണ്. പിന്നീട് അടുത്തൊരായത്തിറങ്ങുകയാണ്, ഇലാ ഖൗലിഹി സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. എന്നിട്ട് അള്ളാഹു തുടർന്നുകൊണ്ട് ആ വ്യക്തിയോട് എഴുതാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ആയത്തുകളാണ് ആ വ്യക്തി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നാം വ്യക്തിയെ വേറൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ്, മനുഷ്യനെ മറ്റൊരു സൃഷ്ടിയായി നാം രൂപപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ആ വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സർഹ് എന്ന വ്യക്തി പറയുകയാണ്, അജിബ അബ്ദില്ല മിൻ തഫ്സീലി ഖൽഖിൽ ഇൻസാൻ. ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പില് ഭയങ്കര അത്ഭുതം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇനി അടുത്ത ആയത്ത് നീ അതാണ് എഴുതേണ്ടത് എന്ന് ആ വ്യക്തിയോട് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങുന്നത് പോലെ വഹി എനിക്കും ഇറങ്ങുന്നുണ്ട്.
ആ മനുഷ്യന് കുറച്ചൊന്ന് ബുദ്ധി അധികമായി അദ്ദേഹം ഒന്ന് ചിന്തിച്ചപ്പോൾ അതിൽ അഹങ്കരിക്കുന്ന രംഗമാണ് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഹമ്മദിന് ഇറങ്ങുന്ന പോലെ വഹി എനിക്കും ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാമും ഉപേക്ഷിച്ചുകൊണ്ട് അതേ മുർത്തദ്ദായിക്കൊണ്ട് മക്കയിലേക്ക് പോകുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേ സുഹൃത്തുക്കളെ, സ്വഹാബിമാരിൽ സംഭവിച്ച, അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി എഴുതി വെച്ച അത്തരം വ്യക്തികളിൽ സംഭവിച്ച സംഭവങ്ങളാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ താബീങ്ങളുടെ കാലത്ത് മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തി, അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കിയ വ്യക്തിയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കി അതേ ഇസ്ലാമിക യുദ്ധങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഖുർആൻ മുഴുവനായി കൊണ്ട് മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. അങ്ങനെ അയാള് റോമൻ കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്ന രംഗം, അതേ യുദ്ധത്തിന് നിൽക്കുന്ന കോട്ടയ്ക്ക് കാവൽ നിൽക്കുകയായിരുന്നു. അപ്പോഴതാ കാവൽ നിൽക്കുന്ന സമയത്ത് ആ കോട്ടയുടെ മുകളിൽ ഈ വ്യക്തി ഒരു സ്ത്രീയെ കാണുകയാണ്, ഒരു പെണ്ണിനെ കാണുകയും ആ പെണ്ണിനോട് ഇഷ്ടം തോന്നുകയും എന്നിട്ട് ആ ഇഷ്ടം ആ മതം ഉപേക്ഷിക്കുന്നിടത്തേക്ക് ആ വ്യക്തിയെ എത്തിക്കുന്ന രംഗമാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, എന്നിട്ട് തീർത്തും അദ്ദേഹം തൻ്റെ ദീൻ ഉപേക്ഷിച്ച് ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി തൻ്റെ മതം ഉപേക്ഷിച്ച് ആ സ്ത്രീയോടൊപ്പം ജീവിക്കുന്ന രംഗം. വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തിയെ കണ്ടപ്പോൾ, അദ്ദേഹത്തിന് മുഅ്മിനായ വ്യക്തികൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, ഖുർആനിൽ നിന്ന് നിങ്ങൾ ഹിഫ്ളാക്കിയ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഖുർആനിൽ നിന്ന് നിങ്ങൾ മനഃപ്പാഠമാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറയുകയാണ്, എനിക്ക് ഒറ്റ ആയത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓതുന്നു, റുബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അതേ, സത്യനിഷേധികൾ പലപ്പോഴും കൊതിച്ചു പോകും തങ്ങൾ മുസ്ലിമായിരുന്നുവെങ്കിൽ. ആ ആയത്ത് അദ്ദേഹം ഓതുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, ആ ദീനിനെ പുൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ് ഈ ഒരു മതം എന്നുള്ളത്. അത് നാം വിട്ട് ഉപേക്ഷിച്ച് പോകുമ്പോൾ വലിയ നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുക എന്ന തിരിച്ചറിവാണ് ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. സുഹൃത്തുക്കളെ, ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ സുഹൃത്തുക്കളെ, ഈ ഒരു ചരിത്ര സംഭവങ്ങളൊക്കെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരം എന്നുള്ളത് അത് നമുക്കുണ്ടാവാൻ പാടില്ല. ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ്, അതേ സദഖകൾ നൽകുന്നവനാണ്, ദീനിന്റെ മാർഗത്തില് മറ്റൊക്കെ ഞാൻ മുമ്പെന്തിലുള്ള ആളാണ് എന്നതിൽ തൃപ്തിയടഞ്ഞ് അതേ ഞാനൊക്കെ സ്വർഗത്തിൽ, അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും വിശ്വാസികൾക്ക് അതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് അതിൽ അഹങ്കരിക്കുന്ന രംഗം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എന്നുള്ളത് എപ്പോഴും മാറിപ്പോകാം, എപ്പോഴും നമുക്ക് മാറിപ്പോകാമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയ തൗഫീഖ് ഉണ്ടല്ലോ, അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്താകുന്ന ഈ തൗഫീഖ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് 5 നേരം പള്ളിയിൽ വരാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇന്ന് ജുമുഅക്ക് ഇവിടെ ഒത്തുകൂടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെ, അൽഹംദുലില്ലാ പറയാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അതെ, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ തൗഫീഖാണ് ഇതൊക്കെ എന്ന തിരിച്ചറിവിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ഹിദായത്ത് നിലനിർത്താൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് സബ്ബിത് ഖൽബി അലാ ദീനിക്. എൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന നാഥാ, എൻ്റെ ദീനിനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിന്മേൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നൊരു പ്രാർത്ഥന വിശ്വാസികളെ എല്ലാ ദിവസവും നാം ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബുൽ ഹലിക്. ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇല്ലാതായി തീരുമെന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഫസ്അലുല്ലാഹ അൻ യുജദ്ദിൽ ഈമാന ഫീ ഖുലൂബികും. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് ചോദിക്കണം ഈ ദീനിനെ നിലനിർത്തി തരാൻ, ഈ ഒരു സന്മാർഗത്തിൽ നിലനിർത്തി തരാൻ അള്ളാഹുവിനോട് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആ രൂപത്തിൽ ഇത്തരം പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ദുനിയാവിനെ ഭയപ്പെടേണ്ടതുണ്ട്. ദുനിയാവിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. അതേ, ഈ ഭൗതികപരമായി കൊണ്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകുക എപ്പാന്നറിയോ? ഈ ഭൗതിക ലാഭത്തിന് പിന്നാലെ പോകുമ്പോഴാണ്.
ഭൗതികത്തിൽ കൂടുതൽ ലാഭം, സമ്പാദ്യമുണ്ടാക്കുക, അത്തരം ചിന്തകൾ കടന്നു വരുമ്പോഴാണ്, ദുനിയാവിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ ദീനിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ദുനിയാവിനെ നാം ഭയക്കേണ്ടതുണ്ട്, വിശ്വാസികളെ. ആ രൂപത്തിൽ കിയാമത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കിയാമത്ത് നാൾ നമ്മിലേക്ക് വരാനുണ്ട് എന്നൊരു ഭയപ്പാടോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് ദുനിയാവിനെ കൂടുതലായിക്കൊണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നന്മകൾ കൂടുതലായിക്കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്തി കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ റമളാൻ കഴിഞ്ഞു. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന മൻ സാമ റമളാൻ സുമ്മ അത്ബാഹു സിത്തം മിനൻ ശവ്വാൽ, ഒരു വ്യക്തി റമളാനിൽ നോമ്പ് നോറ്റു, അങ്ങനെ അതിനുശേഷമുള്ള 6 നോമ്പ് അവൻ എടുക്കുകയാണ് എങ്കിൽ കാന കസിയാമിദ്ദഹർ, അവൻ ഒരു കൊല്ലക്കാലം, ഒരു വർഷക്കാലം നോമ്പ് നോറ്റതിന് സമമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മ നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം റമളാനിൽ നേടിയെടുത്ത എല്ലാ നന്മകളും അത് സ്ഥിരമായിക്കൊണ്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങളിൽ നിന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم نسألك الجنة ونعوذ بك من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.